അധികാരമേറ്റതിനു ശേഷം ആദ്യമായി അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് ഡൊണാൾഡ് ട്രംപ് മുൻ അമേരിക്കൻ പ്രസിഡന്റിനെ അതിരൂക്ഷമായി വിമർശിച്ചാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ പ്രസംഗിച്ചത്. അധികാരമേറ്റ ആദ്യ മാസം നടത്തിയ മികച്ച നടപടികൾ അദ്ദേഹം സമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തു. പ്രസിഡന്റായതിന്റെ ആദ്യ മാസത്തിലെ പ്രവർത്തനം വൻ വിജയമെന്ന് ട്രംപ്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ പ്രസിഡന്റ് ബൈഡൻ ആയിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. In comparison, under Joe Biden, the worst president in American history, there were hundreds of thousands of illegal crossings a month, and virtually all of them, including murderers, drug dealers, gang members, and people from mental institutions and insane asylums. അഴിമതി നിറഞ്ഞ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും അമേരിക്ക പിന്മാറി. മുൻ പ്രസിഡന്റ് രാഷ്ട്രീയ അധികാരം എതിരാളികളെ പ്രതികാര ബുദ്ധിയോടെ നേരിടാനുള്ള ആയുധമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. And we have ended weaponized government where, as an example, a sitting president is allowed to viciously prosecute his political opponent like me. How did that work out? അഭിപ്രായ സ്വാതന്ത്ര്യം അമേരിക്കയിൽ പുനഃസ്ഥാപിച്ചു. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ പുറപ്പെടുവിച്ചു. ഗൾഫ് ഓഫ് മെക്സിക്കോയ്ക്ക് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന പേര് നൽകിയതും ട്രംപ് എടുത്തു പറഞ്ഞു. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനും രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷാരംഗം സുരക്ഷിതമാക്കുന്നതിനും സ്വീകരിച്ച നടപടികളെ പ്രസിഡന്റ് എടുത്തു പറഞ്ഞു. കർശനമായ നടപടികൾ കുടിയേറ്റത്തെ നിയന്ത്രണ വിധേയമാക്കി. അതിർത്തികൾ അടച്ചതുവഴി മയക്കുമരുന്ന് കടത്ത് വൻതോതിൽ നിയന്ത്രിക്കാനായി. അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പലതവണ ഡെമോക്രാറ്റിക് അംഗങ്ങളുടെ നിലപാടിനെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.